ഭയങ്കര ഇഷ്ടമല്ലേ നിങ്ങളുടെ പാർട്ണറെ, പക്ഷേ ഈ അടുത്തിടെയായിട്ടൊരു ചെറിയ മടുപ്പ് പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു പുതുമ നഷ്ടപ്പെട്ടതുപോലെ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന 5 പോയിന്റ്സ്, ഈ 5 പോയിന്റ് നിങ്ങൾക്ക് ഉപകരിക്കും. അതിൽ ഏറ്റവും ഈ 5ഉം പ്രാക്ടീസ് ചെയ്യണേ, ചുമ്മാ വെറുതെ കേട്ട് കളയരുത്. ഏറ്റവും ആദ്യത്തേത് അടിയന്തിരമായി ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങിക്കോ. അതും റിലേഷൻഷിപ്പ് എന്താ ബന്ധം എന്നാണ് ആലോചിക്കുന്നെങ്കിൽ അത് തമ്മിൽ ബന്ധമുണ്ട്. ഒരു ബന്ധത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഇൻകം എങ്കിലുണ്ടല്ലോ, നിങ്ങൾ കരുതുന്ന പോലെ അല്ല, അതിലൊരു ശരികേടുണ്ട്. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ, അതല്ല എങ്കിൽ നിങ്ങൾ തമ്മിലൊരു ദാമ്പത്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ 2 പേർക്കും ഇൻകം വേണം, പരസ്പരം സഹായിക്കാനാകണം. ഒരാളുടെ പൈസയ്ക്ക് മറ്റൊരാൾ ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങൾക്കൊരു അടിമ ഉടമ രീതി നിങ്ങളറിയാതെ തന്നെ കൊണ്ടുവന്നത്, മനുഷ്യരാണ് അങ്ങനെ വന്നു. 2, എത്രമാത്രം തിരക്കിലാണെങ്കിലും ശരി, സ്റ്റേ കണക്റ്റഡ്. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ തിരക്കൊക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട് വിളിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നൊരു എക്സ്ക്യൂസ് ഉണ്ടാകരുത്. വിളിക്കണം, ഇടയ്ക്ക് ഒന്ന് വിളിക്കണം. വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ മിസ് ചെയ്യണം, ഒന്ന് ചെക്ക് ഇൻ ചെയ്യണം നമ്മുടെ റിലേഷൻഷിപ്പിൽ. ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമ്മാ ഒരു മിസ്സിയൊക്കെ അയച്ച്, ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമ്മാ ഏതുണ്ട് നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച്, ചുമ്മാ വെറുതെ എവിടെ നിൽക്കുകയാണെന്നൊക്കെ ചോദിച്ച്, ഇതൊന്നും തന്നെ ശല്യപ്പെടുത്തലായിട്ട് തോന്നാനും പാടില്ല. പകരം നമുക്കുണ്ടാകേണ്ട ഫീല് അയാൾ നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ മറ്റേ നിരീക്ഷിക്കുന്നു, പരീക്ഷിക്കുന്നു, അതല്ല, നമ്മൾ എവിടെയാണ് എന്നുള്ളൊരു ധാരണ, അല്ലെ നമ്മളെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നുണ്ട് എന്നൊരു പോസിറ്റീവ് തോട്ട് പരസ്പരം ഉണ്ടാക്കാനാകും. 3, ചെറിയൊരു ബോഡി ലാംഗ്വേജിലെ മാറ്റം പോലും അഡ്രസ്സ് ചെയ്യണം. ചില സമയത്ത് ഇങ്ങനെ മുഖം വലിച്ചെറിയിട്ട് നിൽക്കില്ലേ, അത് അഡ്രസ്സ് ചെയ്യണം. പിറകെന്ന് ചോദിക്കണം, എന്താണ് എന്ന് ചോദിക്കണം. ആ മുഖം വലിച്ചിറക്കി കെട്ടൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ ചലനങ്ങളിലുള്ള മാറ്റം, ബോഡി ലാംഗ്വേജ്, ശാരീരിക ഭാഷ മാറിയിരിക്കുന്നതിന് പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് വിട്ടാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അതിന് നിൽക്കാതെ നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. ഏറ്റവും തുടക്കത്തിലെ ഇതാണ് കൺസേൺ എന്ന് നമുക്ക് മനസ്സിലാക്കാനായാൽ ആ കൺസേണിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അത് അവിടെ തീരും. ഇല്ല, ഇത് കിടന്നിങ്ങനെ വളരും. പലപ്പോഴും വലിയ വിഷയങ്ങളായിട്ടുള്ളതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ വിട്ട നിസ്സാരമായ കാര്യങ്ങളല്ലേ, അതുകൊണ്ട് അത് ചെയ്യണം, അത് വിട്ടുകളയരുത്. 4മത്തേത്, നിങ്ങൾ നല്ല കേൾവിക്കാരനും കേൾവിക്കാരിയും അല്ല എങ്കിൽ നിങ്ങളുടെ ബന്ധം ഒലയും. അത് ഒലയും. ഈ നമ്മളെ മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല ബന്ധത്തിലുള്ളത്. നമ്മൾ കുറേ സമയങ്ങളിലൊക്കെ മറുപടിയും പറയണം, പക്ഷെ കുറേ സമയങ്ങളിൽ നമ്മൾ കേൾക്കണമെന്നേ. മറ്റേ ആൾക്ക് ആവശ്യം ഒരു ചെവിയായിരിക്കും, ചായാനൊരു തോളായിരിക്കും. നമ്മൾ ഇരുന്ന് കേൾക്കണം. കുറച്ചു നേരം ഇരുന്ന് കേട്ടാൽ എന്താ പ്രശ്നം? ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കുക, തോണ്ടുക എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അങ്ങനെ ചെയ്തത്. 5മത്തെ പോയിന്റ്, നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം. മൊബൈലിൽ നോക്കി സംസാരിക്കുക, അപ്പുറത്തോട്ട് നോക്കി സംസാരിക്കുക, ഇപ്പുറത്തോട്ട് നോക്കി സംസാരിക്കുക, താല്പര്യമില്ലാതെ ബിഹേവ് ചെയ്യുക, അതല്ല വേണ്ടേ. കണ്ണിൽ നോക്കി സംസാരിക്കണം. സ്നേഹത്തോടെയുള്ള കാര്യങ്ങൾ സ്നേഹത്തോടെ കണ്ണിൽ നോക്കി സംസാരിക്കണം. സങ്കടം വരുമ്പോൾ സ്നേഹത്തോടെ അല്ല, സങ്കടത്തോടെ തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കണം. ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കണം. എപ്പോഴും ആ ജെന്യുവിനിറ്റി ഉണ്ടല്ലോ, ആ 1-to-1 ആ ഒരു ഐ കോണ്ടാക്ട്, അത് എപ്പോഴും സൂക്ഷിക്കണം. ഇത് ശ്രമിച്ചു നോക്കൂ, ഇത് ശീലിച്ചു നോക്കൂ. ഇതിലൊരു 3 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായാൽ ബന്ധത്തിലെ വിടവുകളൊക്കെ തനിയേ മാറും എന്ന് എനിക്ക്